അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേണ്ട. SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നിരവധി വർഷങ്ങളായി സംസ്ഥാനത്തെ വിവിധ സർക്കാർ പ്രസ്സുകളിൽ പ്രിൻ്റ് ചെയ്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ മുഖേന സ്കൂളുകൾക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് തുടർന്ന് വരുന്നത്. പ്രസ്തുത ചോദ്യപേപ്പറിൻ്റെ പ്രിൻറ്റിംഗ്, വിതരണം എന്നിവയുടെ ചെലവുകൾക്കായി SC, ST, OEC വിഭാഗങ്ങൾ, സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവരൊഴികെ ഫീസ് ഇളവിന് അർഹത ഇല്ലാത്ത പരീക്ഷാർത്ഥികളിൽ നിന്നും 10 രൂപ വീതം ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർമാർ മുഖാന്തരം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ശേഖരിച്ചു വരികയാണ്. ചോദ്യപേപ്പർ വിതരണത്തിന് ചിലവാകുന്ന തുക കഴിച്ച് ബാക്കിയുള്ള തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ QIP വിഭാഗം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ DD ആയി കൈമാറുന്ന നടപടിയാണ് കാലാകാലങ്ങളായി തുറന്ന് വരുന്നത്. SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങളായി ചെയ്തു വരുന്ന നടപടിക്രമം ഈ വർഷവും തുടർന്നുവെന്നല്ലാതെ പരീക്ഷാർത്ഥികളിൽ നിന്നും ഫീസ് ശേഖരിക്കുന്നതിന് പുതിയ തീരുമാനം എടുത്ത് നടപ്പാക്കിയ നടപടിയല്ല. മുൻവർഷങ്ങളിൽ SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച സർക്കുലറുകൾ ഇക്കാര്യം വ്യക്തമാണ്. SSLC പരീക്ഷ എഴുതുന്ന 4 ലക്ഷത്തിലധികം കുട്ടികളിൽ നിന്ന് 40 ലക്ഷത്തോളം രൂപയാണ് ഫീസിനത്തിൽ സ്വീകരിക്കുന്നത്. 2013 മോഡൽ പരീക്ഷയുടെ സർക്കുലർ നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാവുന്നതാണ്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് പറയാൻ തരാം. അതിൽ ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള ചെലവുകൾക്കായി ഓരോ പരീക്ഷാർത്ഥിയിൽ നിന്നും 10 രൂപ വീതം ഫീസ് ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർമാർ മുഖാന്തരം ശേഖരിക്കേണ്ടതാണെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കുലർ നമ്പർ EXA 2013 ജനുവരി 5 ഇറക്കിയ സർക്കുലറാണ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഞാനൊരു കോപ്പി നിങ്ങൾക്ക് തരാം. അക്കാലത്ത് കേരളം ഭരിച്ചിരുന്ന UDF ഗവൺമെൻറ്റാണ്. ശ്രീ ഉമ്മൻചാണ്ടിയാണ് അന്ന് മുഖ്യമന്ത്രി. ശ്രീ PK അബ്ദുറബ്ബായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി. അത് തുടർന്ന് വരുന്നുവെന്ന് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയത്, PK അബ്ദുറബ്ബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടു. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിങ്ങനെയാണ്: അമ്മയെ വല്ലതും തരണേ, അതൊക്കെ പണ്ട്, ഇപ്പോൾ കുട്ടികളെ വല്ലതും തരണേ. ഇത് 2013 അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഇറക്കിയ ഉത്തരവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേണ്ട. പരീക്ഷകൾ കൃത്യസമയത്ത് പ്രഖ്യാപിച്ച് കൃത്യസമയത്ത് നടത്തി കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്ന വകുപ്പാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ്.
അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പാഠപുസ്തകങ്ങളും യൂണിഫോമും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്ത ഗവൺമെൻറ്റാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെൻറ്. അബ്ദുറബിൻ്റെ കാലത്ത് ഉള്ളതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കേണ്ട ഗതികേട് ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. എൻ്റെ സമയത്ത് അബ്ദുറബ് പറയണ്ടേ, എൻ്റെ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും ഓണപരീക്ഷയ്ക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലഘട്ടത്തിൽ കൊടുക്കുന്നു. അത് നല്ല കാര്യമാണെന്നുള്ളൊരു കാര്യം പറയണ്ടേ സത്യസന്ധമായിട്ടെങ്കിലും. അതിലെ ഒരു മനസാക്ഷിയുടെ പ്രശ്നം അതിലില്ലേ. അദ്ദേഹം അന്ന് പറഞ്ഞത് ഓണം നേരത്തെ വന്നാലും നേരം വൈകി വന്നാലും കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ സാമഗ്രികൾ കൃത്യസമയത്ത് തന്നെ ഇന്നിപ്പോൾ ലഭിക്കുന്നുണ്ട്. അന്ന് ഓണം താമസിച്ചു നേരത്തെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. 2013 സർക്കുലറാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. അന്നൊന്നും KC സമരം ചെയ്തില്ലല്ലോ. ഒരു സമരം KC ഒന്നും ചെയ്തില്ല. KC ഇത് മനസ്സിലാക്കിയിട്ടില്ല. 2013 ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടെന്ന് അവർ. അപ്പം അവർ ഇനിയിപ്പോൾ നാളെ DD ഓഫീസ് സമരം, ഭിക്ഷയാചിക്കൽ സമരമൊക്കെ നടത്താൻ വേണ്ടി പോകുന്നു. യഥാർത്ഥത്തിൽ അവർ സമരം നടത്തേണ്ട അബ്ദുറബിൻ്റെ ഓഫീസിൻ്റെ മുന്നിലാണ് നടത്തേണ്ടത്. അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല. അപ്പം എനിക്ക് KCക്കാരോട് പറയാനുള്ളത്, കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് അവരെ ശല്യം ചെയ്യില്ല. അവരെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് ഇപ്പം മര്യാദയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോവുകയാണ്. കൃത്യസമയത്ത് പരീക്ഷ നടക്കുന്നുണ്ട്, കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട്, കൃത്യസമയത്ത് പിന്നെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം നടക്കുന്നുണ്ട്, പുസ്തക പരിഷ്കരണം നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ താറുമാറാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട. വസ്തുത ഇതാണ്, അവർ യഥാർത്ഥത്തിൽ 2013 ഇതിൻ്റെ ഉത്തരവ് ഇറക്കിയെന്നുള്ള വിവരം KCൻ്റെ സുഹൃത്തുക്കളും ഉത്തരവ് ഇറക്കിയ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും മറന്നിരിക്കുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി താൻ ഒപ്പിട്ട ഉത്തരവാണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തയ്യാറായത്. മറവി രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.